സോഷ്യൽ റീഡിങ്. നിങ്ങളിപ്പോൾ ഇന്നിവിടെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ് തുടങ്ങിയിട്ടുള്ളത്. CHനെ കുറിച്ച് ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും, ഹാരിസ് മീരാൻ സാഹിബും പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളിതൊക്കെ കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് കൂടുതൽ കുട്ടികൾ. ആണോ അല്ലേ? കുറേ കുട്ടികൾ അവിടെ പോയിട്ട് ടച്ച് ചെയ്യാം. മിക്കവാറും കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. വെറുതെ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കുറേ വർഷം മുമ്പ് നിയമസഭ ഇങ്ങനെ നടക്കാൻ, പാർട്ടി ഇതൊക്കെ നമ്മൾ വിട്ടേക്കാം, അന്നത്തെ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാൻ. അപ്പോൾ കോയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, CH മുഹമ്മദ് കോയ സാഹിബ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്കും വേണം ഒരു യൂണിവേഴ്സിറ്റി എന്ന്. അന്ന് ഇവിടെ ഒന്നും യൂണിവേഴ്സിറ്റി ഇല്ല. ഞങ്ങൾക്കും വേണം, അഥവാ മലബാറിനൊരു യൂണിവേഴ്സിറ്റി വേണമെന്ന്. കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഇല്ല, കണ്ണൂരില്ല, ഈ പറയുന്ന മലപ്പുറത്തില്ല, വയനാടില്ല, എവിടെ ഇല്ല. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി, കുട്ടികൾക്ക് ഉയർന്ന് പഠിക്കാനൊരു യൂണിവേഴ്സിറ്റി. ആ സമയത്ത് അന്ന് ആളുകൾ കളിയാക്കി, കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി? കൊടക്കമ്പി നേരാക്കുന്നവരായി മലബാറുകാരെ കളിയാക്കി. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്ന് ആര് പറഞ്ഞു എന്നതൊക്കെ നമുക്ക് വിടാം. ആ മനുഷ്യൻ അന്ന് ആ നിയമസഭയുടെ ആ തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ ജന്മഗേഹമായ അത്തോളിയിലേക്ക് അന്നത്തെ കാറാകുന്ന അംബാസഡറിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാധനം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോരുകയാണ്. പത്മിനി എന്നാണ് അതിന് പേര്, പണ്ടത്തെ ആൾക്കാർക്ക് ഓർമ്മയുണ്ട്. ആ കാറും വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അറിയാതെ കാറിലിരുന്ന് കരഞ്ഞരങ്ങം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് തെരുവിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചു ആ മനുഷ്യൻ. കാസർഗോഡിൻ്റെ മൂല മുതൽ ഈ ചാവക്കാടിൻ്റെ മൂല വരെ, മലബാർ പരന്ന് കിടക്കുന്ന സ്ഥലം വരെ രാത്രി 1 മണി 2 മണി വരെ ആളുകൾ കാത്തുനിന്നു CHന് വേണ്ടി. കാരണം അന്ന് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതാകാം, പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സ് വേദനിച്ചു. അന്ന് നമ്മുടെയൊക്കെ അമ്മൂമ്മമാർ, നമ്മുടെയൊക്കെ ഉമ്മാമ്മമാർ അന്ന് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഉമ്മയുടെ ഉമ്മമാർ, അച്ഛൻ്റെ ഉമ്മമാർ, അമ്മമാർ, അങ്ങനെയുള്ളവർ. ആ നിൽക്കുന്ന ആളുകളോട് അന്ന് കോന്തയില കെട്ടിവെക്കുക. സോഷ്യൽ റീഡിങ്ങിൻ്റെ ഭാഗം ഈ കോന്തലൊക്കെ എന്താണെന്ന് പഠിക്കണം കേട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്കിൽ നിരന്ന് കിടക്കുന്ന പാടാണ്. ഒരു ദിവസം എൻ്റെ കുറേ പെൺകുട്ടികളും മാഷന്മാരൊക്കെ പാട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വന്നതെന്ന്. അപ്പോൾ പെൺകുട്ടികൾ പറയാം, ഞങ്ങൾ നെൽമരം കാണാൻ വന്നതാണെന്ന്. നെൽമരം, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പ്രയോഗം. കാരണം നെൽമരമൊക്കെ കൊണ്ടേ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കുട്ടികൾക്ക് കോന്തലറിയില്ല, കുന്താണി എന്താണെന്നറിയില്ല, ഒരലെന്താണെന്നറിയില്ല, ഒലക്കെന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. കാരണം അതൊക്കെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയൊരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ തുണി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിൻ്റെ തലപ്പത്തിനാണ് ഈ കോന്തല എന്ന് പറയാം. അതിലാണ് ഇങ്ങനെ കെട്ടിവെക്കുക. 25 പൈസക്ക് എന്തായിരുന്നു പണ്ട് പേരെന്നറിയോ? എന്ന് പറഞ്ഞാട്ടെ, എന്തായിരുന്നു പേര്? 4 അണ. 50 പൈസക്ക് 8 അണ എന്നാ പറയാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തുട്ടുകൾ എറിഞ്ഞതാ. ഞാൻ എൻ്റെ സമൂഹത്തിനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. കാലം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തുട്ടുകൾ എറിഞ്ഞതാ. ഞാൻ ഈ പാവം മലബാറുകാർക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം നിരന്ന് പ്രസംഗിച്ചു. അങ്ങനെ അന്ന് എറിഞ്ഞു കൊടുത്ത 4 അണത്തുട്ടുകളും 8 അണത്തുട്ടുകളും കൊണ്ട് ആദ്യമായി ഭൂമി വാങ്ങി അവിടെ തുടങ്ങി വെച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. വേറെ ലീഗേരെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ChatGPTയും നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയും ഗൂഗിളുമൊക്കെ ഒറ്റ മറുപടിയെ പറഞ്ഞു തരുള്ളൂ, CH മുഹമ്മദ് കോയ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ആ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലാണ് ഈ ലൈബ്രറി തുടങ്ങി വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിപരമായി നമ്മൾ പലതും ആയിരിക്കാം, പക്ഷേ മനുഷ്യന്മാരുടെ ആ ഒരു ദൗത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ